നമസ്കാരം. പശ്ചിമ ബംഗാളിലെ ഐതിഹാസിക വിജയത്തിന് ശേഷം ദേശീയ തലത്തിൽ ബിജെപിക്കെതിരായ ഐക്യനിര കെട്ടിപ്പടുക്കാനുള്ള വലിയ ദൌത്യം ഏറ്റെടുത്തിരിക്കുകയാണ് മമതാ ബാനർജി. സ്വന്തം താൽപര്യങ്ങൾ മാറ്റിവെച്ച് ബിജെപിയെ തോൽപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ ഒന്നിക്കണമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് മമത നൽകുന്ന സന്ദേശം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ മുന്നണിയുടെ നേതൃപദവിയിൽ സ്വന്തം കസേര ഉറപ്പിക്കുന്നതിനൊപ്പം വിവിധ പാർട്ടികളെ ഇണക്കിച്ചേർക്കുന്ന കണ്ണിയായി നിലകൊള്ളാനും മമത ആഗ്രഹിക്കുന്നു. കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള ഒരു മുന്നണിക്ക് ബിജെപിയെ വീഴ്ത്തുക സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായുള്ള ബന്ധം പുതുക്കുക എന്നതാണ് പ്രഥമ ജോലി. ബിജെപിയെ പോരാടി തോൽപ്പിച്ച നേതാക്കളുടെ പ്രഭയില്ലാതെ അതുകൊണ്ട് അത്തരമൊരു ലീഡർഷിപ്പ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന പ്രതിപക്ഷ നിരയ്ക്ക് മമതയുടെ വരവ് ഗുണം ചെയ്യുമോ? മറ്റെല്ലാ താൽപര്യങ്ങളും മാറ്റിവെച്ച് ബിജെപി വിരുദ്ധത എന്ന ഒറ്റ ആശയത്തിൽ ഒരുമിക്കാനൊക്കുമോ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക്? ഇന്ത്യയിലാകെ പുതുപോരാട്ടത്തിന്റെ തീ പടർത്താനുള്ള ശേഷിയുണ്ടോ മമതാ ബാനർജി എന്ന ബംഗാളി നേതാവിന്? സ്വാഗതം ഫസ്റ്റ് ഡിബേറ്റിലേക്ക്. ഈ വിഷയത്തിനോടൊപ്പം പി ആർ ശിവശങ്കർ ബിജെപിയിൽ നിന്ന്, ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസിൽ നിന്ന്, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ സിപിഐഎമ്മിൽ നിന്ന്, ജി ദേവരാജൻ ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രതിനിധി എന്നിവരും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, മറ്റെല്ലാ ബാഹ്യ താൽപര്യങ്ങളും അല്ലെങ്കിൽ സ്വന്തം താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ താൽപര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ബിജെപിയെ തോൽപ്പിക്കാൻ ഒരുമിക്കണമെന്നാണ് മമത കൂടിക്കാഴ്ചകളിൽ നേതാക്കളോട് പറയുന്നത്. നിശ്ചയമായും കോൺഗ്രസിനോടും അത് തന്നെ. കോൺഗ്രസിന് മമതാ ബാനർജി എന്ന നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഫെഡറേഷൻ ഉണ്ടാക്കുന്നതിനോട് വിയോജിപ്പുള്ള പാർട്ടിയാണോ? അല്ല, നിഷാദെ, ചോദ്യത്തിന്റെ ആദ്യ ഭാഗം നമുക്കെല്ലാം അറിയാം. 2024 എന്ന് പറയുന്ന വർഷം രാജ്യത്തെ സംബന്ധിച്ച് അതിനിർണായകമായിട്ടുള്ള ഒരു വർഷമാണ്. നമ്മൾ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി തന്നെ ബിജെപിയെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും പരാജയമുണ്ടായി എന്നുള്ളൊരു വസ്തുതയാണ്. ഒരു ഇന്ത്യയിലെ എല്ലാ മേഖലകളെയും പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്നും പ്രതീക്ഷ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ ആ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ബംഗാളിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി കോൺഗ്രസ് നേതാക്കന്മാരെ അടക്കം കണ്ടത്. കോൺഗ്രസ് തീർച്ചയായിട്ടും മമതാ ബാനർജിയുടെ പ്രസക്തിയെ ഒട്ടും തന്നെ കുറച്ച് കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. അപ്പോൾ 2024 ബിജെപിക്ക് എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് പ്രീപോൾ സംവിധാനങ്ങളാണോ അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സംവിധാനങ്ങളാണോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചനയും ചർച്ചയും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നടത്തേണ്ടതായിട്ട് വരും. പക്ഷേ ഈ തരുണത്തില് അതിനു മുമ്പായിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ ഡൽഹി ബേസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള ചർച്ചകൾക്കും പലതരത്തിലുള്ള നീക്കങ്ങൾക്കും ഉള്ള ഇനിഷ്യേറ്റീവ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 2024 എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതാണ്. ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ട് ആരും കാണേണ്ടതില്ല. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സ്വാഭാവികമായിട്ടും രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നവരുടെ ചോദ്യം ഞങ്ങൾ വീണ്ടും നല്ല ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടത് വരുന്നത് കൊണ്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നയങ്ങളിൽ യാതൊരു വ്യത്യാസവുമില്ല. കൃത്യമായിട്ടുള്ള മതേതര ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എക്കാലത്തെയും മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ. കോൺഗ്രസിന്റെ ലക്ഷ്യം ബിജെപി വിരുദ്ധ ഐക്യനിര ഉണ്ടാക്കുക, ബിജെപിയെ വീഴ്ത്തുക എന്നതിനാണ് പ്രാധാന്യം. അതാണ് കോൺഗ്രസ് ഉന്നം വെക്കുന്ന കാര്യമെന്ന് താങ്കൾ പറയുന്നത് മനസ്സിലാക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, നോക്കൂ, മമതാ ബാനർജിക്ക് ആ നിലയ്ക്ക് ഇന്ത്യയിൽ ഒരു സവിശേഷമായ സ്ഥാനം ഇപ്പോഴുണ്ട്. കാരണം ഒരു നിലയ്ക്കും മമതയ്ക്ക് തിരികെ വരാൻ കഴിയില്ല എന്ന് പൊതുവെ വിചാരിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവർക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. അത് തന്നെയല്ല, വളരെ മുഖാമുഖ പോരാട്ടം പല തലങ്ങളിൽ അവർ ബിജെപിയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അവസാനം പെഗാസസ് വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ പോലും നിയമിച്ചിരിക്കുകയാണ് മമതാ ബാനർജി. അപ്പൊ അവരൊരു പ്രൂവൺ ലീഡറാണ്. എന്ന് വെച്ചാൽ തെളിയിച്ചിട്ടുണ്ട് ബിജെപിക്കെതിരെ തനിക്ക് ശേഷിയുണ്ട് എന്ന്. അവരെ മുന്നിൽ നിർത്തുന്നത് പലതരത്തിൽ ഗുണപ്പെട്ടേക്കാം. ആ ഒരു സ്ട്രാറ്റജിയോട് കോൺഗ്രസിന് വിയോജിപ്പുണ്ടാവാൻ ഇടയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
അല്ല, ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാ സ്ട്രാറ്റജിയും ആദ്യം തന്നെ പ്രഖ്യാപിക്കപ്പെടുന്നതല്ലല്ലോ. ഓരോ ഘട്ടങ്ങൾ നമ്മളിപ്പോ ഇത് സ്വാഭാവികമായിട്ടും മമതാ ബാനർജി ഇത്തവണ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധിയും അതുപോലെ ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി നടത്തിയിട്ടുള്ള ചർച്ച, അത് എന്തായാലും ഈ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് അതിനനുകൂലമായിട്ട് പ്രതീക്ഷയേറുന്ന തരത്തിലുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ നിരീക്ഷണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെഗാസസ് അടക്കമുള്ള വിഷയങ്ങൾ രാജ്യത്തെ മനുഷ്യന്റെ സ്വകാര്യതയിൽ പോലും കൈകടത്തുന്ന രീതിയിലേക്ക്, അടുക്കളയിലേക്ക് കയറി ഇറങ്ങി വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക്, മൊബൈൽ ഫോണിനകത്ത് പോലും സ്പൈ വർക്ക് നടത്തുന്ന രീതിയിലേക്ക് ഇന്ത്യയിലെ ജനാധിപത്യത്തെ തകർത്തെറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസ് തീർച്ചയായിട്ടും അതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇതിനകത്ത് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് കോൺഫെഡറേഷൻ എന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കുള്ള ചർച്ചകളിലേക്ക് എത്തിയിട്ടില്ലല്ലോ. അതിനു മുമ്പായിട്ട് എത്രത്തോളം നയപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറുതും വലുതുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരുമിക്കുക എന്നത് തന്നെയാണ് പ്രാധാന്യം. പക്ഷെ അപ്പോഴും ചില വിഘാതങ്ങൾ ഉണ്ടാവും എന്നതിന്റെ സൂചനയാണ് ഷാനിമോൾ ഉസ്മാൻ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, CPIM-ന്റെ പൊസിഷൻ എന്താണ്? കാരണം 2024 BJP-യെ തറപറ്റിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ ഒരു സഖ്യമുണ്ടാക്കാനാണ് മമത വരുന്നതെങ്കിൽ മമതയോട് യോജിക്കുക എന്നതാണോ ചെയ്യാനുള്ള കാര്യം? CPM-ന്റെ പൊസിഷൻ ഇക്കാര്യത്തിൽ വ്യക്തമാണല്ലോ. ദേശീയ തലത്തിൽ പല ഇനീഷ്യേറ്റീവുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം ഭാഗമാണ് CPM. ഇപ്പോ NCP നേതാവ് ശരത് പവാറും യശ്വന്ത് സിൻഹയും ഒക്കെ മുൻകൈയെടുത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നേതാക്കളെ വിളിച്ചു. CPM ആ യോഗത്തെ പങ്കെടുത്തു. രാജ്യത്തിന്റെ എല്ലാ മേഖലകളുമുള്ള റീജിയണൽ പാർട്ടികൾ BJP-ക്കെതിരായിട്ട് നിലപാടുകൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ എല്ലാ മുൻകൈകളെയും സപ്പോർട്ട് ചെയ്യുക, ഇന്ന് BJP-ക്കെതിരായിട്ടുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ധ്രുവീകരണങ്ങളെയും ശക്തിപ്പെടുത്തുക, അതോടൊപ്പം തന്നെ അതിന്റെ ഏകോപനത്തിന് വേണ്ടിയുള്ള ഇവിടെ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതുപോലെ നയപരമായ വിഷയങ്ങളിൽ ധാരണയുണ്ടാക്കുക. അതുവഴി BJP-യെ പ്രതിരോധിക്കാൻ കഴിയും. ഇപ്പൊ ഈ ചർച്ച തുടങ്ങുമ്പോൾ മമതയുടെ ഇനീഷ്യേറ്റീവിനേക്കാൾ പ്രധാനമാണ് ഇന്ത്യയിലെ 15 പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ. അതിൽ മമതയുടെ പാർട്ടിയുണ്ട്, അവർ പങ്കെടുത്തില്ല എന്നേ ഉള്ളൂ. അവര് മറ്റ് അസൗകര്യങ്ങൾ പറഞ്ഞ് പങ്കെടുക്കാതിരിക്കുകയാണ് ചെയ്തത്. അപ്പം പാർലമെന്റിൽ പ്രാതിനിധ്യമുള്ള എല്ലാ പാർട്ടികളും ഒന്നിച്ച് പെഗാസസിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ ഐക്യനിര, അത് പാർലമെന്റിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നാവില്ല, അത് രാജ്യമാകെ വ്യാപിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഐക്യമുന്നണി. അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കൊപ്പം പൗരാവകാശങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി പോരാടുന്ന വളരെ സമ്മതിയും സ്വാധീനവുമുള്ള ബുദ്ധിജീവികൾക്കും വ്യക്തിത്വങ്ങൾക്കും വഹിക്കാൻ കഴിയും. സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിമാർ, അഭിഭാഷകര്, എഴുത്തുകാര്, കലാകാരന്മാർ, ഇവരുടെ എല്ലാം തന്നെ വളരെ ബ്രോഡായ ഒരു ഐക്യമുന്നണി രൂപപ്പെടുത്തുകയും ജനങ്ങളിൽ അതാണ് അത്തരമൊരു ഐക്യമുന്നണി, അത്തരമൊരു BJP-ക്കെതിരായിട്ടുള്ള ശക്തമായ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് 2024 ആകുമ്പോഴേക്കും കഴിയണം. അല്ലാതെ വ്യക്തിപ്രഭാവം കൊണ്ടൊന്നും ഈ ചർച്ചയുടെ ആമുഖമായിട്ട് നിഷാദ് പറഞ്ഞതുപോലെ അങ്ങനെ വ്യക്തിപ്രഭാവം കൊണ്ടൊന്നും നമുക്ക് BJP-യെ പ്രതിരോധിക്കാൻ പറ്റില്ല. BJP-യെ പ്രതിരോധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയുണ്ട്. വിശ്വാസമുള്ള ലീഡർ ഉണ്ടാവുക പരമപ്രധാനമാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ സവിശേഷമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ. ഐക്കൺ പൊളിറ്റിക്സ് വലിയ പ്രാധാന്യമുള്ള നാടായി ഇന്ത്യ മാറിയിട്ടുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ലീഡർ, ആ ലീഡറാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന ലീഡർ ഒരു പ്രധാന സംഗതിയാണ്. നിങ്ങൾ അതിനെ സൈദ്ധാന്തികമായി അതിനോട് വിയോജിച്ചാലും അത് ഇന്ത്യയിൽ ഒരു പ്രധാന സംഗതിയായിരിക്കെ വിജയിച്ച പ്രൂവ് ചെയ്ത നേതാവ് മുൻപിലുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയണം. ബാക്കി സംഗതികളും പ്രധാനപ്പെട്ടതാണ്. സിസ്റ്റം ഉണ്ടാവുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക, ജനങ്ങളെ സംഘടിപ്പിക്കുക, അതുമൊക്കെയും വേണമെങ്കിൽ തന്നെയും അതിന് ജനങ്ങൾക്ക് വിശ്വാസത്തോടെ അണിചേരാൻ കഴിയുന്ന ഒരു നേതൃസ്ഥാനീയൻ ഉണ്ടാവുക എന്നത് പ്രധാനമാണല്ലോ. അതിൽ മമതാ ബാനർജി ഒരു നല്ല ചോയ്സ് ആണെന്ന് CPM കരുതുന്നുണ്ടോ? അല്ല, നേതൃസ്ഥാനീയൻ എന്നല്ല, ഒരു നേതൃത്വം ഉണ്ടാകണം. ആ നേതൃത്വം എന്താണ്? ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കളാണ്. അതിൽ ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൊട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് മുൻകൈയുണ്ട്. ആ മുൻകൈയിൽ ഇന്ന് ബംഗാളിൽ BJP-യെ പ്രതിരോധിക്കുകയും അവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മമതാ ബാനർജിക്കും അവരുടേതായ ഒരു റോളുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി കേന്ദ്രിതമായിട്ട് നമ്മൾ അടിയന്തരാവസ്ഥയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോയതാണ്. ആ അനുഭവങ്ങൾ നമ്മളെന്താണ്
അടിയന്തരാവസ്ഥ എതിർക്കുന്ന എല്ലാ ആളുകളുടെയും വിശാലമായ അർത്ഥത്തിൽ ഏകോപിപ്പിച്ചു. ആ ഏകോപനത്തിൽ എന്താണ് ജനതാ പാർട്ടി അത് ആ ദൗത്യം കഴിഞ്ഞപ്പോൾ അത് പിരിഞ്ഞു പോയി എന്ന് നമുക്കറിയാം. പക്ഷെ ഇന്ന് മോഡിയെ അധികാരത്തിൽ ഇറക്കുക എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനാധിപത്യപരമായ ഒരു ജീവിതം പൗരന്മാരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് വരെ ഈ സയനിസ്റ്റ് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് കടന്നു കയറുകയും വ്യക്തികളെ എല്ലാ തലങ്ങളും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം എന്ന് പറയുന്നത് അത് ഹിറ്റ്ലറുടെ കളക്ടീവ് ലീഡർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാനാണ് CPM കൂടുതലായി ഇഷ്ടപ്പെടുന്നത്. വ്യക്തി കേന്ദ്രീകൃതം എന്നതിനെ കുറിച്ച് പറയാനായിട്ടില്ല, അല്ല പറയാൻ സമയമായില്ലായിരുന്നു. ശ്രീ PR ശിവശങ്കരൻ, ഈ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ അയാൾ തോറ്റുപോയ നേതാവാണ്, അയാൾ പ്രൂവ് ചെയ്യാത്ത നേതാവാണ്, ദുർബലനാണ്, ഒളിച്ചോടുന്ന ആളാണ് എന്നൊക്കെ നിങ്ങൾക്ക് വേഗത്തിൽ ആക്ഷേപിക്കാൻ കഴിയുന്ന, വിമർശിക്കാൻ കഴിയുന്ന ആളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫൈലിംഗിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെന്ന് പറയാം. മമതയുടെ കാര്യം വരുമ്പോൾ അത് അത്ര അങ്ങനെ ഏശുകയില്ലല്ലോ. അപ്പൊ ആ നിലയ്ക്ക് മമത ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിനെ BJP ഗൗരവത്തിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഗൗരവത്തിൽ കാണണം, അതിലൊരു സംശയവുമില്ല. അത് ഈ രാഷ്ട്രീയത്തിലായാലും അതല്ലെങ്കിലും എതിരാളി ശക്തനാണെങ്കിലും അല്ലെങ്കിലും എല്ലാ നീക്കങ്ങളെയും അത് എതിരാളികളുടേതായാലും സുഹൃത്തുക്കളുടേതായാലും അവർ നൽകുന്ന പാഠങ്ങൾ, അവർ നൽകുന്ന തീരുമാനങ്ങളെല്ലാം വളരെ ശക്തിയായി നല്ല രീതിയിൽ തന്നെ കാണണമെന്നാണ് എന്റെ അഭിപ്രായം. മിക്കവാറും BJPയും അങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നത്. സ്വബുദ്ധിയുള്ള, രാഷ്ട്രീയ ബുദ്ധിയുള്ള, സ്വബുദ്ധിയുള്ള എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നത്. ഞാൻ നിഷാദ് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ തുടങ്ങാം. കാരണം വിജയിച്ച, ഇപ്പൊ വീണ്ടും പറഞ്ഞു, ഒരു വിജയിച്ച പ്രൂവ്ഡ് ലീഡർ എന്നാണല്ലോ ഇപ്പോ അങ്ങ് ശ്രീമതി മമതയെ കുറിച്ച് പറഞ്ഞത്. അതിൽ പൂർണ്ണമായും ശരിയാണോ എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ വേണേൽ കരുതാം, അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരിയോട് തോറ്റു എന്നുള്ള ചരിത്രം അവർക്ക് മാത്രമാണ്. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്വന്തം മണ്ഡലത്തിൽ അല്ലെങ്കിൽ വിജയിക്കുമെന്ന് വിചാരിച്ച മണ്ഡലത്തിൽ തോറ്റു എന്നുള്ളത് അവർക്ക് മാത്രം ആലങ്കാരികമായ ഒരു പ്രത്യേകതയാണ് എന്നതോടെ നോക്കുമ്പോൾ അവർ ഒരു വിജയിച്ച കാൻഡിഡേറ്റ് ആണ്. അത്രയൊക്കെ ഉണ്ടോ എനിക്ക് സംശയമാണ്. എന്തായാലും ഇരിക്കട്ടെ, നല്ല കാര്യം. അവർ അത്തരത്തിലുള്ള ഒരു റെസ്പെക്ട് നേടുന്നു, അവർ ബംഗാളത്തിൽ അധികാരത്തിൽ വരുന്നു, നല്ല കാര്യം തന്നെയാണ്. അവർ വരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം അവരായിരിക്കും എനിക്ക് തോന്നുന്നു ഈ പ്രതിപക്ഷങ്ങളെ ഇത്രയേറെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല കാൻഡിഡേറ്റ് അവരായിരിക്കും. കാരണം ഒരു അഖിലേന്ത്യാ പിക്ചറിൽ ഇറ്റ്സ് നിയർലി എ ബംഗാൾ ഓർഗനൈസേഷൻ. അവർക്ക് ബംഗാൾ എന്നതിൽ കാരണം ഒരു രാഷ്ട്രീയ പ്രതിച്ഛായ ഉണ്ടാക്കാനൊക്കെ എത്രത്തോളം കഴിയുന്നില്ല. അതിനേക്കാൾ കുറച്ചുകൂടി ഒരു നാഷണലിസ്റ്റിക് ഒരു പെർസെപ്ഷനൊക്കെ ശ്രീ കേജ്രിവാളിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. CPMനുണ്ട്, ഒരുപക്ഷെ CPMന് അത് പറയാൻ പറ്റും. അപ്പോ അതുകൊണ്ടൊന്നും മമതാ ബാനർജി ഒരു നാഷണൽ ലീഡർ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് അവർ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ നേരിടുവാൻ ഉപയോഗിച്ച ഭാഷയും രീതിയും CPM തന്നെ എത്രത്തോളം ശക്തമായിട്ടാണ് ഈ മമതയുടെ രാഷ്ട്രീയമായ ധിക്കാരത്തെ, അല്ലെങ്കിൽ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ച രാഷ്ട്രീയമായ അമിതമായ അധികാരമോഹത്തെ, അവരുടെ അനുയായികൾ CPMനെ മർദ്ദനം, രാഷ്ട്രീയമായി ആക്രമിച്ച രീതി എല്ലാം CPM എങ്ങനെയാണ് പറഞ്ഞതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ കോൺഗ്രസിനെയും 2001 കോൺഗ്രസുമായി സഖ്യം വന്നപ്പോൾ എങ്ങനെയാണ് മമത അട്ടിമറിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം മോശമായിട്ടാണ് സോണിയാഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതൊരു ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. എനിക്ക് വിഷമം തോന്നിയത് ശ്രീ ഷാനിമോൾ ഉസ്മാന്റെ ഒരു പ്രവർത്തനത്തെ, അല്ലെങ്കിൽ അവർ പറഞ്ഞൊരു വാക്കിനെയാണ്. BJPയെ മാറ്റി നിർത്തുവാൻ ഈ പൊളിറ്റിക്സ് ആണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും മാറ്റി നിർത്തുക അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുക എന്നതാവരുത് ഒരു കോൺഗ്രസ് നേതാവിന്റെ താങ്കൾ പറഞ്ഞൊരു കാര്യം ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് അവരൊരു ബംഗാളി നേതാവാണ്, അതിനപ്പുറത്തേക്ക് അവർ വന്നിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്തൊക്കെയും ഈ ബംഗാളിയായ ലീഡർ, ബംഗാളിന് പുറത്തുള്ള നേതാക്കൾ വന്ന് ബംഗാളിനെ ഭരിക്കണം, ആ ചോദ്യം വളരെ സജീവമായിരുന്നു. അതിന് പുറത്തേക്ക് ഹിന്ദി ഹൃദയ ഭൂമിയിലെ സ്വാധീനം തെരഞ്ഞെടുപ്പിൽ പ്രധാനമാകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ബംഗാളി ലീഡർക്ക് എന്തുമാത്രം ചെയ്യാനുണ്ട് എന്ന ചോദ്യം ശരിയാണ്. അത് അവരെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനുപരി ഓരോ പാർട്ടികൾക്കും അവരവരുടെ സ്വാധീന മേഖലകളിൽ പരമാവധി നേട്ടമുണ്ടാക്കുക എന്ന നിലയ്ക്ക് ഒരു സഖ്യമായി പോവുക. ഒരു പാർട്ടി അതിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി എന്ന നിലയ്ക്ക് ആലോചിക്കാതെ എല്ലാവരെയും കൂടി ഒരുമിച്ച് ചേർക്കാൻ കഴിയുന്ന നല്ല ടേംസ് ഉണ്ടാക്കുക. ഇപ്പോ ഈ നവീൻ പട്നായിക്കുമായി അവർക്ക് നല്ല ബന്ധമുണ്ട്, അല്ലെങ്കിൽ YSRന്റെ ലീഡർ ജഗൻമോഹൻ റെഡ്ഡിയുമായി അവർക്ക് നല്ല ബന്ധമുണ്ട്, സ്റ്റാലിനുമായി അവർക്ക് നല്ല ബന്ധമുണ്ട്. ആളുകളെ കൂട്ടിയിണക്കുക എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിലവർക്ക് പെർഫോം ചെയ്യാൻ കഴിയും എന്നതിൽ താങ്കൾക്ക് തർക്കമുണ്ടോ?
നിഷാദ്, അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം അവർക്കൊന്നും അവിടെ രാഷ്ട്രീയമായ താല്പര്യമില്ലാത്ത കാരണം രണ്ടുപേരുടെയും, തൃണമൂൽ കോൺഗ്രസിന്റെയും നവീൻ റെഡ്ഡിയുടെയോ അല്ലെങ്കിൽ DMKയുടെയോ അല്ലെങ്കിൽ TRCയുടെയോ അങ്ങനെയുള്ള രാഷ്ട്രീയമായി അവർക്ക് പ്രശ്നമില്ല. ഇപ്പോ മറ്റേ BSPയുടെ ഒരു രാഷ്ട്രീയ പ്രശ്നം പഞ്ചാബിൽ പ്രശ്നമാണ്. കാരണം പഞ്ചാബില് BSPക്ക് അത്യാവശ്യം ശക്തിയുണ്ട്. അപ്പോ അങ്ങനത്തെ പ്രശ്നമാണത്. തിരിച്ച് അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്, കോൺഗ്രസും DMKയുമായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ടിയായിട്ടോ വരുമ്പോൾ അവിടെ അവർക്ക് ഇന്റേണൽ പ്രശ്നം വരും. അവരുടെ ഇനിയിപ്പോ ഡൽഹിയിൽ തന്നെ യോജിച്ചാൽ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിൽ യോജിച്ചാൽ ഗ്രാമീണ തലത്തിലോ അസംബ്ലിയിലോ അതല്ലെങ്കിൽ പാർലമെന്റിലോ അവരുടെ നേതാക്കൾക്ക് അന്യോന്യം യോജിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ഭൂമിക ആയിരിക്കില്ല. അതിപ്പോ ഒറീസയിലായാലും തെലങ്കാനയിലായാലും ആന്ധ്രയിലായാലും തമിഴ്നാട്ടിലായാലും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ ഒരു നേതൃസ്ഥാനത്തേക്ക് ഇവർ വരുമ്പോൾ ഒരു വിജയിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർക്ക് പ്രധാനമന്ത്രിയാകാൻ പ്രശ്നമുണ്ടാവില്ല. പക്ഷേ താഴേക്കടയിൽ യോജിക്കുമ്പോൾ CPMനും കോൺഗ്രസിനും തെലുങ്ക് ദേശത്തിനും അതുപോലെ തന്നെ TRCക്കും അടക്കമുള്ള ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതുശത്രു ഒരുപക്ഷെ കോൺഗ്രസ് ആയിരിക്കും അല്ലെങ്കിൽ BJP ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. വെറുതെ ചർച്ചയിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാം. രണ്ട്, എനിക്ക് അതിലും വിചിത്രമായി തോന്നിയത്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരുപക്ഷെ TMCയോ അല്ലെങ്കിൽ BJPയോ ആയിരുന്നല്ലോ തിരഞ്ഞെടുപ്പിൽ രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ. അവിടെ പോലും കോൺഗ്രസിനും CPMനും TMCയുമായി യോജിപ്പിക്കാൻ ഇവർക്ക് പറ്റിയില്ല. അത് എത്രത്തോളം ശക്തമായിരുന്നു ഇവരുടെ എതിർപ്പെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് പറ്റില്ല. ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ CPMന് മമതയുടെ കീഴിൽ വർക്ക് ചെയ്യാനോ കോൺഗ്രസിന് വർക്ക് ചെയ്യാനോ കോൺഗ്രസുമായിട്ടൊക്കെ എത്രമാത്രം ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു യോജിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നാണ് ദേവരാജൻ. ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രതിനിധി ദേവരാജൻ, നോക്കൂ, PR ശിവശങ്കർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, മമത ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു വന്നുകൊണ്ട് ഈ പാർട്ടികൾക്കൊന്നും യോജിക്കാൻ കഴിയില്ല. കാരണം ഈ പാർട്ടികൾക്കെല്ലാം അതത് താല്പര്യങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ. പിന്നെ മമതയ്ക്ക് ഒരു പാൻ ഇന്ത്യ മുഖമായി മാറാനും അങ്ങനെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു ബംഗാളിൽ പരിമിതപ്പെട്ട ഒരു നേതാവാണ് എന്നതാണ്. കോൺഗ്രസിനോടാണ് മമത പോയിട്ട് പറയുന്നത് മറ്റു താല്പര്യങ്ങൾ മാറ്റിവെച്ച് നമുക്ക് ഒരുമിക്കണമെന്ന്. കോൺഗ്രസിന് മറ്റു താല്പര്യങ്ങൾ എമ്പാടുമുള്ള പാർട്ടിയാണ് എന്നത് നമുക്കറിയാം. താങ്കൾ കാണുന്ന മമതയുടെ ഇനീഷ്യേറ്റീവിന് താങ്കൾ കാണുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അല്ല, ശ്രീമതി മമതാ ബാനർജി ഇന്നിപ്പോൾ ഡൽഹിയില് പ്രതിപക്ഷ നേതാക്കന്മാരെ കാണുന്നതിനും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യനിര ഉണ്ടാക്കുന്നതിനും വേണ്ടുന്ന ഒരു ശ്രമത്തിന് മുൻകൈ എടുക്കുന്നു. അത് ശ്രീമതി മമതാ ബാനർജി മാത്രമല്ല, ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടല്ലോ. അപ്പൊ ശ്രീ ശരത് പവാർ ഇതിനിടയ്ക്ക് ഒരു യോഗം ചേർന്നിരുന്നു. സ്വാഭാവികമായിട്ടും BJP ഗവൺമെന്റിനെതിരായി ഒരു ജനവികാരം സ്വരൂപിച്ചെടുക്കുവാൻ കഴിയുന്ന തരത്തിൽ അതിന് അനുകൂലമായ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഐക്യനിര കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെ ബോധവൽക്കരിക്കുക എന്ന ഉത്തരവാദിത്വം ഓരോ സംസ്ഥാന നേതാക്കന്മാരും എടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരു ശ്രമമായി ശ്രീമതി മമതാ ബാനർജിയുടെ ഈ ശ്രമത്തെ നമ്മൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്ന് നമുക്ക് കാടടച്ച് പറയാനും കഴിയില്ല. NF-LF എന്ന് പറയുന്ന നാഷണൽ ഫ്രണ്ട്, ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ രാജ്യം ഭരിച്ചപ്പോൾ ശ്രീ NT രാമറാവു ആണ് അതിന് മുൻകൈയെടുത്തത്. പിന്നീട് ചന്ദ്രബാബു നായിഡു. പല ഘട്ടത്തിൽ പല പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഇപ്രകാരം ദേശീയ രാഷ്ട്രീയത്തിന്റെ ദിശ നിശ്ചയിക്കുന്ന കാര്യത്തിൽ വളരെ രചനാത്മകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ശ്രീ മുലായം സിംഗ് യാദവും ശ്രീ ലാലു പ്രസാദ് യാദവും ഒക്കെ ഇക്കാര്യത്തിൽ വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ ദേശീയ തലത്തിൽ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ശ്രമമായി നമ്മൾ ഇതിനെ കാണുക. എന്നാൽ ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന BJPക്ക് 37% വോട്ട് മാത്രമാണുള്ളത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 37% വോട്ട് BJPക്ക് കിട്ടി എന്നതിന്റെ അർത്ഥം 63% ആളുകൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ BJPക്കെതിരായിട്ടുള്ള ഈ 63% വോട്ട് ചിന്നിച്ചിതറിപ്പോയിരിക്കുന്നു. അങ്ങനെ ചിന്നിച്ചിതറിപ്പോയ ഈ വോട്ടുകളെ ഒരു 50% മുകളിലേക്കെങ്കിലും ഉയർത്തി സമാഹരിക്കുവാൻ കഴിയുന്ന ഒരു ഐക്യനിര ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു പരീക്ഷണം നടത്തുവാൻ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവകാശമുണ്ട്. ആ അവകാശം വിനിയോഗിക്കുവാൻ അതിനു വേണ്ടുന്ന ഒരു ഗ്രൗണ്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായി നമുക്കിപ്പോൾ ശ്രീമതി മമതാ ബാനർജിയുടെ ഈ ശ്രമത്തെ കാണാം. രണ്ട്, ശ്രീമതി മമതാ ബാനർജി ഈ സമീപകാലത്ത് BJPയെ അതിശക്തമായി പ്രതിരോധിച്ച ഒരു നേതാവാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പശ്ചിമ ബംഗാളിൽ ഇടതു പാർട്ടികളും മമതാ ബാനർജിയും തമ്മിലുള്ള ആ രാഷ്ട്രീയമായിട്ടുള്ള വൈര്യമൊക്കെ നമുക്കറിയാവുന്നതാണെങ്കിൽ പോലും ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ജനങ്ങൾ ഒന്നടങ്കം BJP അധികാരത്തിൽ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ
അതിന് മമതാ ബാനർജിക്കാണ് വോട്ട് ചെയ്യേണ്ടുന്നത്, അത് മറ്റേതെങ്കിലും തരത്തിൽ ചിഹ്ന ഭിന്നമായി പോകാൻ പാടില്ല എന്ന ഒരു ഉറച്ച അഭിപ്രായത്തിന്റെ പേരിലാണ് മമതാ ബാനർജി ഇപ്പോഴിതാ മൂന്നാമതും അധികാരത്തിൽ പശ്ചിമ ബംഗാളിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ഒരു ഒഴുക്കിനെ തടഞ്ഞു നിർത്തുവാൻ, ഫലപ്രദമായി തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞ നേതാവ് മമതാ ബാനർജി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്കെതിരായിട്ടുള്ള ദേശീയ തലത്തില് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടുന്ന മുൻകൈയെടുക്കുവാൻ ശ്രീമതി മമതാ ബാനർജിക്ക് അവകാശമുണ്ട്. ആ അവകാശം വിനിയോഗിക്കുകയാണ് അവർ ചെയ്തത്. അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിലാണ് ആരൊക്കെയാണ് ഇതിലേക്ക് വരാൻ കഴിയുന്നത്, ഏതൊക്കെ വിഷയത്തിന്റെ പേരിലാണ് ഈ കൂട്ടായ്മ ഉണ്ടാകേണ്ടുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ദേശീയ രാഷ്ട്രീയം പലപ്പോഴും രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഭരണമാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അത് 77-ലായിരുന്നാലും ശരി, 80-ലായിരുന്നാലും ശരി, ഇവിടെ ഭരണമാറ്റം ഉണ്ടായപ്പോഴൊക്കെ തന്നെ ഇപ്രകാരമുള്ള കൂട്ടായ്മകളിലൂടെയും ഇപ്രകാരമുള്ള നിരവധിയായിട്ടുള്ള ചർച്ചകളിലൂടെയുമാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഇവിടെ അവർ തന്നെ പറയുന്നുണ്ട്, അവർക്ക് നേതാവായി ഇരിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ തെരുവിൽ നിന്ന് വന്ന ആളാണ്, എനിക്ക് പ്രവർത്തകയായാൽ മതി, ആര് വേണമെങ്കിലും നയിച്ചോട്ടെ, കാരണമാണ് പ്രധാനമെന്ന് അവർ പറയുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും പറയുന്ന കാര്യം, ഇന്ത്യയിലെമ്പാടുമുള്ള ഒരു പാർട്ടി, കശ്മീർ മുതൽ കന്യാകുമാരി വരെ റെപ്രസെന്റേഷനുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. മറ്റേതെങ്കിലും പാർട്ടിയെ പോലെയല്ല. കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ടൊരു പ്രതിപക്ഷ ബദലിനെ കുറിച്ച് ആലോചിക്കരുത് എന്ന് പ്രശാന്ത് കിഷോറിനെ പോലുള്ള ആളുകൾ മമതാ ബാനർജിയെ ഉപദേശിക്കുന്നുണ്ട്, ശരത് പവാറിനെ ഉപദേശിക്കുന്നു, എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളും അതിനെ അങ്ങനെയാണോ കാണുന്നത്? നയിക്കുന്നെങ്കിൽ ഞങ്ങൾ നയിക്കുക, ഞങ്ങൾക്കൊപ്പം പരമാവധി ആളുകൾ അണിചേരുക എന്ന നിലയിലൊരു ദൗത്യമാണ് വേണ്ടത്, എന്ന ഒരു മൂവാണ് വേണ്ടതെന്ന് നിങ്ങൾ സ്വയമേവ വിചാരിക്കുന്നുണ്ടോ? ഞങ്ങൾ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയിട്ടൊരു ആലോചന വേണ്ട എന്ന്? നിഷാദ്, ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ ശ്രീ ശിവശങ്കർ പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറഞ്ഞു. ശിവശങ്കറിന് ഭയങ്കര അതിശയം, ബി ജെ പിയെ മാറ്റി നിർത്തണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളൊരു മുദ്രാവാക്യം, ലോകത്തെവിടെയെങ്കിലും ഒരു നെഗറ്റീവ് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ബി ജെ പി അല്ലേ. കോൺഗ്രസ് മുക്ത ഭാരതം, അതിനൊക്കെ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. അതായത് ജനാധിപത്യത്തെ ഞങ്ങൾ തള്ളിയിടും, ഞങ്ങൾ ചവിട്ടിമെതിക്കും, ഞങ്ങൾ അതിനെ കുഴിച്ചു മൂടും. എങ്ങനെയായാലും ജയിച്ചു വന്നവരെ ഞങ്ങൾ തോറ്റതായിട്ട് പ്രഖ്യാപിക്കും, തോറ്റവരെ കൊണ്ട് ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കിക്കും. അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ബി ജെ പി മാറ്റി നിർത്തണമെന്ന് ഞങ്ങൾ പറയുന്നത്. രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ ഇനി എത്ര നിങ്ങൾ അവകാശപ്പെട്ടാലും ഈ രാജ്യത്ത് ചോദ്യം ചെയ്തിരിക്കല്ലേ. ഏറ്റവും അവസാനം ലക്ഷദ്വീപ് വരെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ശിവശങ്കറിനെ. ആ കർഷക സമരം തുടങ്ങിയിട്ട് മാസങ്ങളായി. ഈ രാജ്യത്തിന്റെ നട്ടെല്ലാണ് കർഷകർ. ആ കർഷക സമരം, ഇതുപോലെയുള്ള നിരവധി നയപരമായ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. പെട്രോൾ ഡീസൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വിലവർദ്ധനവ്, സാമ്പത്തിക തകർച്ച, അതുപോലെ നിരവധിയായ വിഷയങ്ങൾക്ക് നടുവിൽ ഏറ്റവും അവസാനം നമ്മൾ ഈ പെഗാസസ് പോലെയുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് ഒരു കടന്നു പോകുന്ന ബി ജെ പി. അതാണ് ബി ജെ പിയെ മാറ്റി നിർത്തുക പറയുമ്പോൾ അതുകൊണ്ട് ഒരു പ്രയാസം വേണ്ട, ഞങ്ങൾ അതിന് പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇനി നിഷാദ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇതിനകത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ, മമതാ ബാനർജിയുടെ പ്രഭയെ ഞങ്ങൾ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. ഒരു രണ്ടാമത് വളരെ കഠിന ബി ജെ പിയുടെ ശക്തമായിട്ടുള്ള എതിർപ്പുകളെ അവര് തള്ളിക്കളഞ്ഞുകൊണ്ട് ജയിച്ചു വന്നതാണ്. അതിനെയൊന്നും ഞങ്ങളാരും ജനാധിപത്യത്തെ തള്ളിപ്പറയുന്ന ആളുകളൊന്നുമല്ല. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഇനിഷ്യേറ്റീവിനെ ഒക്കെ നമ്മൾ സ്വാഗതം ചെയ്തു. പിന്നെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമല്ല, രാഷ്ട്രീയ ഇന്നിന്റെ രാഷ്ട്രീയമാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്, ഇന്നലെ വരെയുള്ള രാഷ്ട്രീയമല്ല. ഒരു സംശയവും വേണ്ട, ഇന്ത്യയിൽ എല്ലായിടത്തും അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ. അത് പ്രതിപക്ഷത്തിരിക്കട്ടെ ഭരണപക്ഷത്തിരിക്കട്ടെ, അതിനാർക്കാ സംശയമുള്ളത്? അപ്പൊ ഇവിടെ ദേവരാജൻ പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ്. ബഹുമാന്യനായ ദേവരാജൻ, ഇവിടെ ഫോർവേഡ് ബ്ലോക്കിന്റെ നേതാവ് ഇവിടെ പറഞ്ഞത്, ഇവിടെ വിഘടിച്ച് നിൽക്കുന്ന ഇത്, അതിനകത്തൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പിഴവുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിഴവുകൾ പരിശോധിച്ച് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എപ്പോഴും അങ്ങനെയാണ്. ഒരു കക്ഷി എന്ന നിലയല്ല ദേശീയ തലത്തിൽ വേണ്ടത്, മറിച്ച് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ഉണ്ടാവുക എന്നതാണ് പ്രധാനം. അതാണ് ഇന്ത്യയിൽ ആകെ തന്നെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയുന്ന കാര്യം. അതിനോട് കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ? ഇനിയിപ്പോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണി UPA എന്നത് മാറി ഒരു സംയുക്ത ലീഡർഷിപ്പ് എന്നതിലേക്ക് കോൺഗ്രസ് മാറാറായോ? കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന അല്ല, ബഹുമാന്യനായ CPM നേതാവിന്റെ അഭിപ്രായം അദ്ദേഹം ഇവിടെ പറഞ്ഞു. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു ആദ്യത്തെ സിറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഏറ്റവും അവസാനത്തെ
വിധി വരെയുള്ള കാര്യങ്ങളെ കുറിച്ചല്ല, വളരെ സ്ട്രാറ്റജിക്കലായിട്ട് വേണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു തർക്കവും വേണ്ട. അപ്പൊ അതിനകത്ത് പ്രത്യക്ഷമായിട്ട് ആരെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെ വിലയിരുത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളിപ്പോ ആ വിഷയം ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. കോൺഗ്രസ് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിന്റെ നയ രൂപീകരണ സമിതികളുണ്ട്, കോൺഗ്രസിനെ സംബന്ധിച്ച് നിലപാടുകളുണ്ട്, കോൺഗ്രസിനെ സംബന്ധിച്ച് മുറുകി പിടിക്കുന്ന ആശയങ്ങളുണ്ട്. ഇതിനകത്തൊന്നും അല്പം പോലും വെള്ളം ചേർക്കാതെയുള്ള യുക്തമായ തീരുമാനം യുക്തമായ സമയത്ത് പ്രഖ്യാപിക്കും. അടുത്ത തെരഞ്ഞെടുപ്പില് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ്. കാരണം ജനാധിപത്യത്തെയും ശിവശങ്കറിന്റെ ആത്മവിശ്വാസം എന്താണെന്നറിയാമോ? നാഷണൽ കോൺഗ്രസ് ഡൽഹിയിൽ ഇതുപോലെയുള്ള പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്ക് ഒരുമിച്ചിരിക്കാം, ചായ കുടിക്കാം, അവസാനം നിങ്ങൾക്ക് കൈകൊടുത്ത് ചിത്രമെടുക്കാം. താഴെത്തട്ടിലേക്ക് ഇത് സമ്പൂർണമായും സിസ്റ്റമാറ്റിക്കായി ഇത് കൊണ്ടു നടക്കാൻ കഴിയില്ല. അതായത് താഴെത്തട്ടിൽ ഇതിനെ അതേ നിലയ്ക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. ആ നിലയ്ക്ക് നൂറായിരം താല്പര്യങ്ങളുള്ള നൂറായിരം നേതാക്കളുള്ള പലതരത്തിൽ വഴി ഇങ്ങനെ ബഹുശാഖിയായി ഒഴുകുന്ന പാർട്ടികളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ഡൽഹിയിലെ നേതാക്കന്മാരുടെ കൂടിക്കാഴ്ചയൊന്നും താഴെത്തട്ടിൽ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കാൻ പോകുന്നില്ല. അതെങ്ങനെയായാലും തെറ്റിപ്പിരിയുമെന്ന കോൺഫിഡൻസ് ആണ് BJPക്ക്. അല്ല, അത് അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന്റെ മോളെ ശിവശങ്കരനൊക്കെ നിലനിൽക്കാൻ പറ്റും. കാരണം മോഡി സർക്കാരിനെതിരായിട്ട് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ്. BJPക്കകത്ത് തന്നെ, ഈ മന്ത്രിസഭക്കകത്ത് തന്നെ മോഡിയുടെയും അമിത്ഷായുടെയും കൂട്ടുകെട്ട്, അത് ജനാധിപത്യ ഒരു മന്ത്രിസഭ കൂടി പോലുമല്ല പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അജിത് ഡോവൽ എന്ന് പറയുന്ന പഴയ മേധാവി, അദ്ദേഹം എന്താണ് കൃത്യമായിട്ടൊരു രഹസ്യാന്വേഷണ പ്രവർത്തനമാക്കിയിട്ട് ഇന്ത്യൻ ഭരണത്തെ മാറ്റിയിരിക്കുന്നു. ആ രഹസ്യാന്വേഷണത്തിന് ഇന്നത്തെ IT-യുടെ ഏറ്റവും വലിയ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ വാങ്ങിച്ച് എതിരാളികളെ മുഴുവൻ, അവരുടെ ഫോണുകൾ മുഴുവൻ ചോർത്തി രാജ്യത്ത് രാഷ്ട്രീയം കളിക്കുകയാണ്. ഇതെന്ത് ജനാധിപത്യമാണ്? ആ ജനാധിപത്യപരമായ രാഷ്ട്രീയത്തെയും സാധാരണ പൗരന്മാരുടെ സ്വകാര്യ ജീവിതത്തെയും ഇല്ലാതാക്കുന്ന ഒരു നടപടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. അത് രാജ്യമെത്തപ്പെട്ട സ്വേച്ഛാധികാര പ്രവണതയുടെ ഏറ്റവും ആപൽക്കരമായ ഒരു ഘട്ടമാണ്. അപ്പൊ അത്തരൊരു ഘട്ടത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മമതയും CPM-ഉം തമ്മിൽ. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് രാഹുൽ ഗാന്ധിയും CPM-ഉം തമ്മിൽ. പക്ഷെ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്ത് പ്രഥമമായി ഇവിടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം സൂക്ഷിച്ച് പരസ്പര ആശയ സമരം, രാഷ്ട്രീയ സമരം നടത്തണമെങ്കിൽ തന്നെ മോഡി സർക്കാരിനെ ഈ അജിത് ഡോവലും അമിത്ഷായും മോഡിയും ചേർന്നുകൊണ്ടുള്ള ഈ ചാരഭരണകൂടത്തെ താഴെ ഇറക്കണം. ആ ഒരു സ്പിരിറ്റിൽ എല്ലാ വിഭാഗം ആളുകളും യോജിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 15 പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചിരുന്ന് പാർലമെന്റിനകത്ത് ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മമതാ ബാനർജി യോഗത്തിൽ വന്നില്ലെങ്കിലും അവർ വരും. പിന്നീട് ശിവശങ്കരൻ പറഞ്ഞൊരു കാര്യം, ഇന്ത്യൻ ദേശീയ നേതാക്കളെല്ലാം തന്നെ ഇപ്പൊ സ്വാതന്ത്ര്യ സമര കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിന്റെയൊക്കെ ഒരു പ്രഭാവലയൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ ദേശീയ നേതാക്കൾ എന്ന് പറയുന്നത് പ്രാദേശിക റീജിയണൽ ലീഡേഴ്സ് തന്നെയാണ്. ഇപ്പൊ ശരത് പവാർ ഇപ്പൊ ദേശീയ തലത്തിൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. പക്ഷെ അദ്ദേഹം ഒരു മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ട് ഉയർന്നു വന്ന നേതാക്കന്മാരാണ്. ഗൌഡ നമുക്കറിയാമല്ലോ, ഗൌഡ കർണാടക ബേസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഒരു അർത്ഥവുമില്ല. ഇപ്പൊ നമ്മൾ കാണേണ്ടത് മമതയുടെ പാർട്ടി, ഞാൻ മനസ്സിലാക്കുന്നത് പാർലമെന്റിലെ 4ാമത്തെ കക്ഷിയാണെന്നാണ്, അംഗസംഖ്യ കൊണ്ട് 4ാമത്തെ കക്ഷിയാണെന്നാണ്. മോഡി സർക്കാരിനെതിരായിട്ട് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന അംഗങ്ങളാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ക്ഷമിക്കണം, കോൺഗ്രസുകാർ പോലും പലപ്പോഴും പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവം, അലസ മനോഭാവം പുലർത്തുമ്പോൾ പല കാര്യങ്ങളും ശക്തമായ നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മളെല്ലാം കണ്ട കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും മമതക്ക്, അവർക്കിപ്പോ ഒരു പ്രാദേശിക ബംഗാളി പരിവേഷം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലൊന്നും നമ്മൾ സമാധാനിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ പ്രാദേശിക പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് സംസ്ഥാന ഭരണമുള്ള പാർട്ടികൾക്ക് വലിയ രീതിയിലുള്ള ഒരു മുൻകൈ ദേശീയ തലത്തിൽ നടത്താൻ കഴിയും. അതിനുള്ള ഒരു കളമൊരുക്കാൻ നമുക്ക് കഴിയണം. ആ കാര്യത്തിൽ മമത എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ ഇനീഷ്യേറ്റീവ് ഇന്ത്യയിൽ മറ്റു പല കക്ഷികളും നടത്തിയ ഇനീഷ്യേറ്റീവിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പാർലമെന്റിൽ 4ാമത്തെ പാർട്ടിയാണ് അവർക്ക് അംഗസംഖ്യ കൊണ്ട് ഇന്ത്യൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. പ്രാദേശിക പാർട്ടികൾക്ക് സവിശേഷമായ റോൾ നിർവഹിക്കാൻ കഴിയുമെന്നത്. ദേശീയ അടിസ്ഥാനത്തിലുള്ള ചിന്ത വേണ്ട. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് റോൾ എടുക്കാൻ കഴിയും. ഒഡീഷയിലേക്ക് പോയാൽ അവിടെ നവീൻ പട്നായിക്കിന് കഴിയും. തമിഴ്നാട്ടിലേക്ക് വന്നാൽ അവിടെ സ്റ്റാലിന് കഴിയും. ഇവിടെ കോൺഗ്രസിനോ അല്ലെങ്കിൽ ലെഫ്റ്റിനോ കഴിയും. അങ്ങനെ എടുത്തു നോക്കിയാൽ പ്രാദേശിക പാർട്ടികൾക്ക് ഒരു ഒറ്റ തീരുമാനം ഉണ്ടായാൽ BJPക്ക് നിശ്ചയമായും അവരെ BJPയെ പിടിച്ചുലയ്ക്കാനുള്ള ശേഷി അവർക്ക് ആർജിക്കാൻ കഴിയുന്നതാണ്. അതിന് വളരെ വിശ്വസനീയ സ്വഭാവമുള്ള ഒരു ലീഡർ വന്നു ചേർന്നാൽ നിങ്ങൾ സത്യത്തിൽ 2 or 3 തവണ ആലോചിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി ഇനി എന്ത് വേണമെന്ന്.
അല്ല, തീർച്ചയായിട്ടും അതൊക്കെ വേണ്ടി വന്നേക്കാം. നല്ല ലീഡർഷിപ്പ് വന്നു കഴിഞ്ഞാൽ ബഹുജനങ്ങൾ അവരുടെ കൂടെ പോയേക്കാം, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ അതെല്ലാം സാധ്യതകളാണ്. അതിപ്പോ 2024 അത്തരത്തിലുള്ള നേതാവ് ഉയർന്നു വരിക, ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുക, അതെല്ലാം ആയിക്കോട്ടെ, എനിക്കൊരു ഭയവും ഇല്ല. അത്തരത്തിൽ പുതിയ നേതാവ് വരുന്നു, സംഭവിക്കട്ടെ. പക്ഷേ ഇവിടെ ഇത് എന്തിനാണ്, ഇതിപ്പോ ഒരു കേരളത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണല്ലോ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ആയാലും ദേവരാജൻ സാർ ആയാലും അതുപോലെ തന്നെ കുഞ്ഞിക്കണ്ണായാലും സംസാരിക്കുന്നത്. ഇത് സത്യത്തിൽ ഇവരൊക്കെ ഒരു ഐക്യമുന്നണിയാണല്ലോ. ഈ BJP കേന്ദ്രത്തിൽ നേരിടാൻ പോകുമ്പോൾ ഇവരെല്ലാം ഐക്യമുന്നണിയാണ്. എന്തിനാണ് ഇത്തരം 3 നേതാക്കൾ എന്ന് തന്നെ എനിക്കറിയില്ല. ഒരാൾ പറഞ്ഞത് തന്നെയാണ് മറ്റൊരും പറയുന്നത്. അപ്പോൾ അതിൽ അർത്ഥമില്ല. പക്ഷേ ശ്രീ കുഞ്ഞിക്കണ്ണൻ പറയുമ്പോൾ അദ്ദേഹം അതിന് ചില രാഷ്ട്രീയമായ മുഖങ്ങൾ, അതിനു മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട ഷാനിമോൾ ഉസ്മാൻ പറയുന്നത്, ഇവിടെ ആദ്യം തന്നെ പറഞ്ഞത് ഇത് മതനിരപേക്ഷ കക്ഷികളുടെ കൂട്ടായ്മ എന്നൊക്കെയാണ്. അപ്പൊ ഈ മഹാരാഷ്ട്രയിലെ ശിവസേന ഇപ്പൊ മതനിരപേക്ഷ കക്ഷിയായി, മുസ്ലിം ലീഗ് കേരളത്തിലും മതനിരപേക്ഷ കക്ഷിയാണ്, ആസാമിൽ AIDF മതനിരപേക്ഷ കക്ഷിയാണ്. ഇതെല്ലാം ആരെ പറഞ്ഞ വിശ്വസിപ്പിക്കണം? നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ നിങ്ങൾ ഇവരൊക്കെ മതനിരപേക്ഷ, പണ്ട് CPM-നായിരുന്നു വെള്ളപൂശി ടാറടിച്ചിട്ട് ഇത് മതനിരപേക്ഷകം, INL മതനിരപേക്ഷം. ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിയില്ല, അവർ വായിക്കുന്നില്ല. നിങ്ങൾ ആരോടായി പറയണേ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ നാട്ടിൽ നിന്നൊക്കെ മാറിയ ഒരു ജനങ്ങളോടൊന്നും ഒരു ബന്ധമില്ലാത്ത പാർട്ടിയായി പോയത്. പിന്നെ ഈ കുഞ്ഞിക്കണ്ണൻ സാർ ഈ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര മറവിയാ. ഈ ഹിറ്റ്ലർ എന്നൊക്കെ ഇടക്കിടക്ക് പറയുമ്പോൾ പണ്ട് ആൾക്കാർ പേടിച്ചു പോയിട്ടുണ്ടാവും, CPM-കാര് പറഞ്ഞ മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഹിറ്റ്ലറുമായി എഗ്രിമെന്റ് ഉണ്ടാക്കിയത് സ്റ്റാലിനാണ്. കുഞ്ഞിക്കണ്ണൻ സഖാവേ, ഞങ്ങൾക്കൊക്കെ അറിയാം, ചരിത്രം പഠിക്കുന്ന ഇന്റർനെറ്റ് വെക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പൊ എന്തിനാ ഇപ്പൊ ഹിറ്റ്ലറിന്റെ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പാർട്ടിയെ ഹിറ്റ്ലറായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കിയത്? നിങ്ങളാണ് ഹിറ്റ്ലറും സ്റ്റാലിനുമായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചത്. അതൊക്കെ പോട്ടെ, ഞാൻ ചരിത്രം ഒന്നും പറയില്ല. പിന്നെ ആഗ്രഹങ്ങൾ അതൊക്കെ നടക്കേണ്ടതാണ്. പിന്നെ ഇപ്പൊ പറയണ എന്താ, ഈ പുതിയ സോഫ്റ്റ്വെയർ കൊണ്ട് ഇപ്പൊ നരേന്ദ്രമോദി അമിത്ഷാ മാത്രമല്ല ഡോവലും കൂടെ ചേർന്ന് ഈ രാഷ്ട്രീയം തകർക്കണമെന്ന ഇത്രയും നാളും പറഞ്ഞത്. വോട്ടിംഗ് യന്ത്രം കൊണ്ട് ഞങ്ങൾ അമിത്ഷാ കുത്തിച്ച് വോട്ട് മേടിച്ച് ജയിച്ചു എന്നാ. ഞങ്ങൾക്ക് എന്തിനാ വോട്ടിംഗ് യന്ത്രം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ പെഗാസിസും ഇതൊക്കെ? പാർലമെന്റിൽ ചർച്ച ചെയ്യാനോ അതിന്മേലൊരു അന്വേഷണം പ്രഖ്യാപിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. ഗുരുതരമായ സംഗതിയല്ലേ ശ്രീ ശിവശങ്കർ ഉയർന്നു വരുന്നത്. അതേക്കുറിച്ച് അന്വേഷണമില്ല, അത് പാർലമെന്റിൽ ചർച്ചയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒളിക്കാനുണ്ട്? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു തുറന്ന സമീപനം ഇല്ല എന്ന പ്രശ്നമുണ്ട്. അതിലിപ്പോ നോക്കൂ, അതൊരു പ്രധാന സംഗതിയായി മാറുകയും അതിന്മേലാണ് ഈ ഏകോപനം മുഴുവൻ അപ്പുറത്തുണ്ടാവുകയും ചെയ്യുന്നത്. അതപ്പോ ചെറിയ സംഗതിയല്ല. അല്ല, ഞാൻ അങ്ങോട്ട് വരാം. ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് അപ്പോ അതിന് ഞാൻ പറയാം, ഉത്തരം ഞാൻ പറയാം. അപ്പോ ഇത് എന്നിട്ട് അവസാനം പറയുന്നത് ഷാനിമോൾ ഉസ്മാൻ ക്ഷമിക്കണം, അങ്ങനെയൊന്നും പറയണ്ട, നിങ്ങൾ ഒരൊറ്റ കൈയാണ്, ഞങ്ങൾക്കറിയാം, അങ്ങനെ ക്ഷമയൊന്നും ചോദിക്കട്ടെ. ഇതെല്ലാം ഒരൊറ്റ ഏർപ്പാടാണെന്നും BJP എങ്ങനെയെങ്കിലും തോപ്പിക്കണം, അധികാരത്തിൽ വരണം, അത് നല്ല കാര്യമുണ്ടോ? ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിലെ എതിരാളികൾ തോക്കണം, അധികാരത്തിൽ വരണം, ഇതൊക്കെ നല്ല ആഗ്രഹമാണ്, തെറ്റുമില്ല. അപ്പൊ ഞാൻ അത് അങ്ങനെ നിർത്തുന്നു. അപ്പോ നിങ്ങൾക്കൊരു അപസർപ്പക കഥ ഉണ്ടാക്കുകയാണ്. സത്യത്തില് ഈ പെഗാസിസ് അല്ലല്ലോ വിഷയം. ഇപ്പൊ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു കർഷകരുടെ പ്രശ്നമാണ് പ്രധാന പ്രശ്നം. ഞാൻ അംഗീകരിക്കുന്നു. കാരണം കർഷകരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, അത് അവരുടെ പ്രശ്നം വളരെ സീരിയസ് പ്രശ്നമാണ്, അത് മുന്നോട്ട് വെക്കണം. അത് ചർച്ച ചെയ്യാൻ തയ്യാറല്ലോ, അതല്ല ശരിക്കും ചർച്ച ചെയ്യണ്ടേ? പക്ഷേ അത് ചർച്ച ചെയ്ത UP-യിലൊക്കെ തിരഞ്ഞെടുപ്പിൽ BJP എങ്ങനെയാ വീണ്ടും ഇങ്ങനെ അധികാരത്തിൽ വന്നെ? നിങ്ങൾ ശരിക്കും ആലോചിക്കണം, എന്തുകൊണ്ടാണ് കർഷക പാർട്ടിക്കടക്കം 3 വോട്ട് പോലും ടിക്കായത്തിന് കിട്ടിയത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ കർഷകർ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഇപ്പൊ 43% കൂടുതലാണ് MSP എടുത്തിട്ട് കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിപ്പിച്ചേക്കുന്നത്. ജനങ്ങൾക്ക് പണം കിട്ടി, അവർ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് BJP-ക്ക് ഇതാ UP-യിൽ വീണ്ടും വോട്ട് ചെയ്തത്. ഇങ്ങനെ ചരിത്രം. പിന്നെ അടുത്ത വാക്സിൻ പ്രശ്നം, ഇതൊക്കെയല്ലേ നിങ്ങൾ പെഗാസിനെ കുറിച്ച് ചർച്ച ചെയ്തോളൂ. സത്യത്തിൽ അനുഗ്രഹമാണ്. എനിക്ക് തോന്നുന്നത് അമിത്ഷാനെ ഉണ്ടാക്കി വെച്ചപ്പോഴാണോ പെഗാസിസ് എന്ന് തോന്നുന്നു. കാരണം ചർച്ച വഴിമാറിപ്പോയി. ഇതായിരുന്നു ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം. അത് ചർച്ച ചെയ്തെങ്കിൽ ഒരുപക്ഷെ BJP-ക്ക് അടി പതറിയേനെ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലക്ഷ്യം മാറിക്കൊണ്ട് നിങ്ങൾ തകർന്നു പോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ ദേവരാജൻ, മമതാ ബാനർജി കോൺഗ്രസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞൊരു കാര്യം, ഞാൻ നയിക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല, മറ്റാരെങ്കിലും നയിച്ചാലും എനിക്ക് പ്രശ്നമില്ല, എനിക്കൊരു കുഴപ്പവും അക്കാര്യത്തിലില്ല, എനിക്കങ്ങനെ ഒരു നേതാവും ആകേണ്ടതില്ല, സാധാരണ പ്രവർത്തകയായിരുന്നാൽ മതി, ഞാൻ അങ്ങനെയാണ് എന്നാണ് അവർ പറഞ്ഞ കാര്യം. അപ്പോൾ അവർക്ക് കോൺഗ്രസിന്റെ പ്രാധാന്യം എന്താണ് എന്നറിയാം, ഒപ്പം അതിനകത്തുണ്ടാകാൻ പോകുന്ന വെല്ലുവിളികൾ എന്താണ് എന്നറിയാം. അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഞാനും എന്റെ പാർട്ടിയും ഒരു കോംപ്രമൈസിലേക്ക് പോയാലും ശരി, ഐക്യം സാധ്യമായാൽ മതി എന്ന നിഷ്കളങ്ക സമീപനമാണ് എന്ന് കാണണോ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന്? അതോ ബംഗാളിലെ വിജയത്തിന് ശേഷം ഞാനാണ് ഇതിനെ നയിക്കേണ്ടയാൾ, എനിക്കാണ് അതിന്റെ ക്ലെയിം എന്ന കൃത്യമായ ആസൂത്രണത്തോടെയാണോ അവർ വന്നിട്ടുള്ളത്? അതിൽ തട്ടി ഉടക്കുമോ ഇതെല്ലാം?
അല്ല, ശ്രീമതി മമതാ ബാനർജിയുടെ പ്രസ്താവനയെ നമ്മളതിന്റെ പോസിറ്റീവ് സെൻസിൽ എടുക്കുക. കാരണം ഇന്ത്യയിലെമ്പാടും വേരുകളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, പശ്ചിമ ബംഗാൾ മാത്രമല്ലല്ലോ ഇന്ത്യ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെയും ഒക്കെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന തിരിച്ചറിവ് ശ്രീമതി മമതാ ബാനർജിക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ പോസിറ്റീവായി അവർ ഇപ്രകാരം ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിനർത്ഥം ഇന്ത്യയിലെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ കഴിയാതിരുന്ന സാഹചര്യങ്ങളിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി പ്രാദേശിക പാർട്ടികൾ അധികാരത്തിൽ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അന്യമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ പരീക്ഷണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ ശ്രീ മമതാ ബാനർജി അക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അത് ബി.ജെ.പിയെ തടഞ്ഞു നിർത്തിയ ഇപ്പോഴത്തെ ഒരു ശക്തിയും ഒരു ആത്മവിശ്വാസവും അവർക്കതിന് കരുത്തു പകരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമായി ഞാൻ കാണുന്നത്, ഇന്ത്യയിൽ ശ്രീ ശിവശങ്കർ തെറ്റിദ്ധരിക്കേണ്ട, ബി.ജെ.പി വിരുദ്ധ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ബി.ജെ.പി വിരുദ്ധ രാഷ്ട്രീയ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന കാഴ്ചയാണ് പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പ്രാദേശികമായ ചില നേതാക്കന്മാർ തമ്മിലുള്ള ഈഗോ ഒരു ഘടകമാണ്. അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമാണ്. അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ മുഖാന്തരമാണ് ഈ ഭിന്നിപ്പ് സംഭവിക്കുന്നത്. പക്ഷെ ഒരു അജണ്ടയിലേക്ക് ഈ വിഷയങ്ങളെയൊക്കെ ചുരുക്കിക്കൊണ്ടുവരികയും അതിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഫോക്കസ് ചെയ്യുകയുമാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇപ്രകാരം ബി.ജെ.പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കൂട്ടായ്മയ്ക്കുള്ള സാധ്യത ഇന്ന് നമ്മുടെ രാജ്യത്ത് വളരെ ശക്തമായിട്ടുണ്ട്. ഇവിടെ പരാമർശിക്കപ്പെട്ട നമ്മുടെ കർഷക സമരം, നമ്മുടെ തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം, അനിയന്ത്രിതമായ വിലക്കയറ്റം, അത് ഇന്ധനങ്ങളുടെ വില മാത്രമല്ല, അതുവഴി ഉണ്ടാകുന്ന അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം, രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകൾ. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ശ്രീ ശിവശങ്കർ എന്നോട് യോജിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ രാജ്യം ഇന്ന് ആരോഗ്യ മേഖലയിൽ വളരെ പിറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഈ ഓക്സ്ഫാം നടത്തിയിട്ടുള്ള ഒരു പഠനത്തിന്റെ റിപ്പോർട്ടിലൂടെ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. വളരെ പുറകോട്ട് പോയിരിക്കുന്നു നമ്മുടെ ആരോഗ്യ മേഖല. അതായത് ഡോക്ടർമാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ, ബെഡുകളുടെ കാര്യത്തിൽ, ഓക്സിജന്റെ കാര്യത്തിൽ ഒക്കെ നമ്മൾ പുറകെ പോയിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടുന്ന പല മേഖലകളിലും നമ്മുടെ രാജ്യം ഇപ്പോൾ പുറകോട്ട് പോകുന്നു. സാമ്പത്തിക മേഖലയിലെ ഏതാണ്ട് 7.3% ഇടിവ് സംഭവിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും ചെറുപ്പക്കാർ, തൊഴിലാളികൾ, കർഷകർ, ചെറുകിട കച്ചവടക്കാർ, സാധാരണക്കാർ, അങ്ങനെ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ ഒക്കെ ഗവൺമെന്റിനെതിരായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ആ ചിന്തകളെ ഏകോപിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ പ്രാദേശികമായ താൻ പോരിമകളും പ്രാദേശികമായ ആശയക്കുഴപ്പങ്ങളും മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒന്നിക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ കൂട്ടായ്മയായിട്ട് മാറും. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, പ്രാദേശിക തലത്തിൽ ഒന്നിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ കൂട്ടായ്മയായിരിക്കും. അത്ര എളുപ്പത്തിൽ കഴിയുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അത് പ്രയാസമാണ്. അതിൽ ഏറ്റവും വലിയ വിലങ്ങുതടിയായി വരാൻ പോകുന്നത് അത് തന്നെയാണ്. അതിൽ തന്നെയാണ് ബി.ജെ.പി പ്രതീക്ഷ വെക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോ ഉത്തർപ്രദേശിൽ ഇപ്പോ അവിടെ അഖിലേഷ് യാദവ് ഉണ്ട്, അവിടെ മായാവതി ഉണ്ട്. യു.പിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ഒരു പൊസിഷൻ അറിയാൻ കഴിയുമെന്ന് തോന്നുന്നു. കാരണം അവിടെ ഒരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേതൃസ്ഥാനത്തേക്കുള്ള ആളുകളുടെ ക്ലെയിം കൂടുകയാണ്. കോൺഗ്രസ് എല്ലായിടത്തുമുള്ള പാർട്ടിയാണെന്നിരുന്നാൽ തന്നെയും കോൺഗ്രസിനെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല എന്ന് വിചാരിക്കുകയും പുതിയ ലീഡർ വേണം, അതിന് ഞങ്ങളാണ് അതിന് പറ്റിയ ആളുകളെന്ന് വിചാരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. അപ്പൊ ഇനിയിപ്പോ യു.പിയിലെ ഫലം അറിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ. അവിടെ നിന്ന് 1-2 ക്ലെയിം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് അത്ര ഈസി പ്രോസസ്സാണോ നിങ്ങൾക്ക് ഇത് ഒരുമിപ്പിക്കുക എന്നുള്ളത്? അല്ല, ഇതിനകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തിയെ ഞങ്ങൾ ചെറുതാക്കി കാണുന്നില്ല. ഇതിനകത്ത് ക്ലെയിമിന് എഴുതാപ്പുറം വായിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യം എന്താ? ബി.ജെ.പിക്ക് എത്രയോ നാളായിട്ട് ഇപ്പൊ അങ്കലാപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുക. അതുകൊണ്ടാണല്ലോ രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ അടക്കം പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള സ്പൈവെയർ അടക്കം ഉപയോഗിക്കുന്നതിന്റെ കാരണം അതാണ്. കാരണം എങ്ങനെയാണ് പോകുന്നത്, എന്താണ് ചർച്ച, ഏത് രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് ഫോം ചെയ്ത് പോകുന്നത് എന്നറിയണം. രഹസ്യമായി അത് പിടിച്ചെടുത്തിട്ട് അത്തരത്തിൽ പോകുന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി. അപ്പൊ ഇതിനകത്ത് എഴുതാപ്പുറം വായിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്, ലീഡർഷിപ്പിൽ ആര് വരുന്നു, അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് സമയമുണ്ടല്ലോ നിഷാദെ. നമ്മൾ ഈ തുടക്കത്തിൽ ഈ 2 വർഷം മുമ്പേ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. ബി.ജെ.പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഈ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യമാണ്.
അതിവിടെ കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു തരത്തിലുള്ള എന്താണ് അസൗകര്യങ്ങളും പിന്നെ ശ്രീ ശിവശങ്കരൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ ഇതെല്ലാം മറച്ചു വെക്കുന്നത്? കർഷക സമരവും ഇവിടെ നടക്കുന്ന ഈ പെട്രോൾ ഡീസൽ വർധനയുടെ വിലയും ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ ബഹുമാന്യനായ കുഞ്ഞിക്കണ്ണനോട് എല്ലാ ബഹുമാനവും വിനയവും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, കോൺഗ്രസ് പാർട്ടി എന്താണ് തീരുമാനിക്കേണ്ടത്, ഏത് രീതിയിലാണ് ചർച്ചകൾ ഇടപെടേണ്ടത്, നയം എന്തായിരിക്കണം തീരുമാനിക്കാനുള്ള ആംബിയർ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നേരത്തെ പാർലമെന്റുമായി ബന്ധപ്പെട്ട ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണന്റെ പരാമർശമുള്ള ആ കമന്റിനുള്ള മറുപടിയാണ്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ധാരണ ഉണ്ടാക്കി, തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇവിടെ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ ഒരു സെക്കൻഡ് ശ്രീമതി ഷാനിമോൾ, ഒരു സെക്കൻഡ്. ഞാൻ ഈ സമയം വേഗം പോകുന്നതുകൊണ്ട് വേഗത്തിൽ ഇടപെടുകയായിരുന്നു. ഞാൻ ഒരു സെക്കൻഡ് ഷാനിമോൾ. ഒറ്റ സെക്കൻഡ്, ഞാൻ ഒറ്റ സെക്കൻഡ് ഓക്കെ നിഷാദ്, ഒറ്റ സെക്കൻഡ്. രാഷ്ട്രീയ ഫാസിസത്തെ, ഈ അക്രമ ഫാസിസത്തെയും വർഗീയ ഫാസിസത്തെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ BJPയെയും CPM-നെയും കൃത്യമായി ഞങ്ങൾ എതിർത്തുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തൊക്കെ പോകും, പ്രാദേശിക തലത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് പ്രശ്നം ഉണ്ടാക്കുവോ? ഇല്ല, ഇത് 2004 നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ രീതിയിൽ BJP വിരുദ്ധ കക്ഷികളിൽ ഏകോപനം ഉണ്ടാക്കണം. ആ ഏകോപനം ഉണ്ടാക്കുന്നതിൽ ഒന്നാമതായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ, ഭരണഘടന സംരക്ഷിക്കണം എന്ന് ചിന്തിക്കുന്ന വിശാലമായ ഒരു രാഷ്ട്രീയം, ഒരു നയം, അതാണല്ലോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പോളിസിയാണല്ലോ, ഒരു നയം ഉണ്ടാക്കണം. ആ നയം കക്ഷികൾക്ക് ഉണ്ടാവണം. ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗം ആളുകളെ ഏകോപിപ്പിക്കാൻ കഴിയണം. ഞാൻ ചിന്തിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ തന്നെയുള്ള നിരവധി കക്ഷികൾക്ക് അസംതൃപ്തിയുണ്ട് എന്നാണ്. ഇപ്പൊ മേഘാലയയിലൊക്കെ ഈ ആസാം സംസ്ഥാന മേഘാലയ സംസ്ഥാന സേനയും തമ്മിലൊക്കെ നടക്കുന്ന ഏറ്റുമുട്ടലുകളുടെ വാർത്തകൾ നമ്മൾ വായിക്കുകയാണ്. അതൊരു വംശീയ മാനം കൈവരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഇന്ത്യയെ, ഒരു ഫെഡറൽ ഘടന അധിഷ്ഠിതമായ ഇന്ത്യയെ അസ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് BJP മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് BJPക്കെതിരായിട്ട് ഷാനിമ ഉസ്മാനൊക്കെ ഒരു നമ്മൾ ഈ എന്താണ് വളരെ ഒരു താഴ്ന്ന നിലവാരത്തിൽ നിന്ന് ചർച്ച ചെയ്യേണ്ട. ഇതൊരു കേരളത്തിന്റെ പ്രോബ്ലമാറ്റിക്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അതിനപ്പുറമുള്ള വിശാല സമീപനം ആവശ്യമായ ഘട്ടമാണെന്നാണ് KT ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ശിവശങ്കർ, അല്ല, ഞാനൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. അതുകൊണ്ട് ദേശീയ തലത്തിൽ നമുക്ക് നല്ല ജനാധിപത്യപരമായി ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു സമീപനം വേണം. ആ സമീപനം മോഡി സർക്കാരിന് താഴെ ഇറക്കുക എന്ന ഒരു അജണ്ടയിൽ അധിഷ്ഠിതമായിരിക്കണം. ആ അജണ്ടയുമായി യോജിക്കുന്ന എല്ലാ ആളുകളെയും ശിവശങ്കർ, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിനെല്ലാം മറികടക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ട്രംപ് കാർഡ് എന്ന് പറയുന്ന ഈ ഹിന്ദുത്വ ഉപയോഗിക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് ആണോ ഇതിനെല്ലാം മോള് നിൽക്കുന്നത്? ഞാൻ വിടുന്നു. ഞാൻ ഹിന്ദുത്വമാണോ അത് വികസനമാണോ എന്നൊക്കെ ഉള്ളത് ജനങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. എനിക്ക് ആകെ ഒരു വിഷമമുള്ളത്, ഈ മമതയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഈ ബംഗാൾ പൊളിറ്റിക്സിന്റെ ഒരു രൂപമായിരിക്കുമോ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും? ബംഗാളിലെ പോലെ CPM-നും കോൺഗ്രസിനും സംപൂജ്യരായി വേണ്ടി വരുമോ എന്നുള്ളത് അവരാലോചിക്കട്ടെ, അവർ നിശ്ചയിക്കേണ്ട കാര്യമാണ്. അതാണല്ലോ ചരിത്രത്തിൽ നടന്നത്. രണ്ട്, ഈ മമതയുടെ രാഷ്ട്രീയമായ നീക്കുപോക്കുകൾ നിഷ്കളങ്കമാണെന്നൊന്നും കരുതരുത് നിഷാദ്. കാരണം അവര് ഒരു തികഞ്ഞ ഏകാധിപതിയാണ്. ഇപ്പോ നാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അഭിഷേക് ബാനർജിയെ, അവരുടെ നീസിനെ വെച്ചിരിക്കുന്നു. അപ്പൊ അവർക്ക് കൃത്യമായ രാഷ്ട്രീയ പ്ലാനുണ്ട്. അതിന്റെ പ്ലാനിങ്ങോടെ തന്നെയൊക്കെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ശ്രീ ദേവരാജനൊക്കെ എനിക്ക് വളരെ ബഹുമാനമുള്ള നേതാവാണ്, ശ്രീ കുഞ്ഞിക്കണ്ണനായാലും. അപ്പൊ ഇവരെല്ലാം പറയുന്നത് നിങ്ങൾക്ക് BJPക്കെതിരെ പറഞ്ഞോളൂ, ഒരു കുഴപ്പവുമില്ല. മോദിക്കെതിരെ പറഞ്ഞോളൂ, BJPക്കെതിരെ പറഞ്ഞോളൂ, RSSനെതിരെ പറഞ്ഞോളൂ. പക്ഷെ പറയുന്ന കാര്യം സത്യസന്ധമായിരിക്കണം. ഇപ്പൊ നേരത്തെ ഹിറ്റ്ലറുടെ കാര്യം പറഞ്ഞു. ചരിത്രത്തിൽ വളച്ചൊടിക്കരുത്, നുണ പറയരുത്. ഇപ്പൊ നോക്കൂ, ഞാൻ ദേവരാജൻ സാറിനോട് സർവ്വ ബഹുമാനത്തോടെ പറയട്ടെ, 2015-16 ഹെൽത്തിന്റെ ബഡ്ജറ്റ് എത്രയായിരുന്നു സാർ? 29,06,533 ആയിരുന്നല്ലോ. അത് 2018-19 52,800 ലക്ഷം കോടിയായിരുന്നല്ലോ. ഗവൺമെന്റ് പെർഫോമൻസിനെ സംബന്ധിച്ച കൂടുതൽ സമയം ആവശ്യമുണ്ട്. ഏതായാലും ഈ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യനീക്കം എത്ര വിജയം കാണും, എത്ര ഉദാരമായ സമീപനം ഓരോ കക്ഷിയും എടുക്കും എന്ന് നോക്കി തന്നെ കാണണം. എന്റെ സമയം കടന്നുപോയതുകൊണ്ട് ഞാൻ ഇടപെടുന്നു. നന്ദി ശ്രീ PR ശിവശങ്കറിനൊപ്പം തന്നെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ശ്രീ G ദേവരാജൻ ഈ ചർച്ചയുടെ ഭാഗമായി അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനുള്ള